വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും. യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സാത്താൻ്റെ ഒരു രാജ്യമുണ്ട്. അത് തിന്മയുടെയും വഞ്ചനയുടെയും എല്ലാവിധ അശുദ്ധിയുടേതുമാണത്. അത് തിന്മയിലൂടെ നേടിയതും വഞ്ചനയിലൂടെ നേടിയതുമാണ്. ആ സാമ്രാജ്യത്തെയും അതിൻ്റെ മഹത്വത്തെയും യേശുവിന് കാണിച്ചു കൊടുത്തിട്ട് അവനോട് പറയുന്ന വാക്കുകളാണ്, നീ എന്നെ ആരാധിച്ചാൽ ഇതെല്ലാം നിന്റേതാകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിനെ വേറൊരു ആംഗിളിലൂടെ കാണുകയാണെങ്കിൽ, തിന്മയുടെ രാജ്യങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുന്ന, തിന്മയുടെ ശക്തികളെ കൈവശം വച്ചിരിക്കുന്ന പിശാചും അവയുടെ നേതാവായ പിശാചും, സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്ന സത്യ ദൈവസഭയുടെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ അധിപനായ യേശു ക്രിസ്തുവും പരസ്പരം യുദ്ധമുഖത്ത് നിൽക്കുന്നു. യുദ്ധം ചെയ്യാൻ ഭയമുള്ളവര് സന്ധി സംഭാഷണങ്ങളുമായി വരും. യുദ്ധത്തിൽ തോൽക്കും എന്നറിയാവുന്നവരാണ് സന്ധിക്ക് വരുന്നത്. സന്ധിയുമായിട്ട് സാത്താൻ വന്നിരിക്കുന്നത് ഇതാണ്: ഒരു വ്യവസ്ഥ വെച്ചാൽ മതി, യുദ്ധം ഒഴിവാക്കാം, എന്നെ ആരാധിക്കണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, റോമൻ ചക്രവർത്തിക്ക് സാമന്ത രാജാവായിട്ട് യൂദയായിൽ ഹെറോദേസിനെ വാഴിച്ചിരുന്നു. ഹെറോദേസ് രാജാവായിരിക്കുമ്പോൾ തന്നെയും റോമൻ ചക്രവർത്തിക്ക് അടിപ്പെട്ട് നിൽക്കണം. അതുപോലെ ഓരോ ദേശങ്ങളും കീഴടക്കിയിട്ട് ആ ദേശങ്ങളിൽ സാമന്ത രാജാക്കന്മാരെ ചക്രവർത്തിമാർ അവരോധിക്കും. അതുപോലെ പിശാചിന് കീഴ്പ്പെട്ടാൽ അവനു വേണ്ടി അവൻ്റെ രാജ്യങ്ങൾ ഭരിക്കുവാൻ ഒരാളായി കർത്താവിനെ നിയോഗിക്കാം എന്നതാണ് ഇതിൻ്റെ അന്തസത്ത. പ്രിയപ്പെട്ടവരെ, ഓരോ പ്രലോഭനത്തിൻ്റെയും വാഗ്ദാനം ഇതാണ്: ഈ പ്രലോഭനത്തിന് കീഴ്പ്പെട്ടാൽ, ഈ പാപം ചെയ്ത് പിശാചിനെ ആരാധിച്ചാൽ, പിശാചിന് വീണ് നമസ്കാരങ്ങളും ആരാധനയും അർപ്പിക്കുന്നുവെങ്കിൽ ഈ സുഖങ്ങളും ഈ നേട്ടങ്ങളെല്ലാം നിൻ്റേതായി തീരും. അതനുഭവിക്കുമ്പോഴും ഈ മനുഷ്യൻ പിശാചിന് അടിമയായിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം. ഒരടിമയെപ്പോലെ പിശാച് കൊടുക്കുന്ന സൗഭാഗ്യങ്ങളും നന്മകളും അനുഭവിക്കുവാൻ സാധിക്കും. എന്നാൽ യുദ്ധത്തിൽ പരാജയമില്ലാത്ത, ഒരിക്കലും ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കാത്ത ചക്രവർത്തിയായ കർത്താവ് അവനോട് പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം. ഞാൻ നിനക്ക് കീഴ്പ്പെടുകയല്ല, നീ ആരാധിക്കേണ്ടത് എന്നെയാണ്. ഞാനാണ് കർത്താവ്, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടും ഇരിക്കുന്നു. എഴുതപ്പെട്ട ലിഖിതവും അതാണ്. പൂജിക്കാവൂ എന്നുള്ള ഈ മലയാള പരിഭാഷയ്ക്ക് ഇംഗ്ലീഷിൽ സെർവ് എന്നാണ്, ശുശ്രൂഷിക്കുക എന്നാണ്. അവിടെ മറ്റൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ സഹോദരങ്ങളെ ദാസരെ പോലെ പരസ്പരം ശുശ്രൂഷിക്കുക എന്ന് പറയുന്നു. അത് ഈ വചനവുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടും എന്ന ഒരു ചോദ്യം പിതാക്കന്മാർ ഉയർത്തുന്നുണ്ട്. തീർച്ചയായിട്ടും സഹോദരനെ സ്നേഹിക്കുക എന്നത് ദൈവ പ്രമാണമാണ്. എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ ഏറ്റവും വലിയ സ്നേഹത്തോടെ തന്നെപ്പോലെ തന്നെ ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. അത് ദൈവ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ട ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് സഹോദര സ്നേഹത്തിലുള്ള ജീവിതം. എന്നാൽ നേട്ടങ്ങൾക്ക് വേണ്ടി പിശാചിൻ്റെ മുന്നിൽ വീണ് ആരാധിക്കുന്നവർ, ഈ സാത്താൻ്റെ സൗഭാഗ്യങ്ങൾ കൈവശപ്പെടുത്തുന്നവർ ആദ്യം വീഴുന്നു. പിശാചിന് മുന്നിൽ വീണ് തങ്ങളുടെ ജീവനും ജീവിതവും അവൻ അടിമപ്പെടുത്തിയിട്ടാണ് ഇതെല്ലാം സ്വീകരിക്കുന്നതെങ്കിൽ ശാശ്വതമായ സമാധാനമോ നിത്യജീവനോ വരാനിരിക്കുന്ന രാജ്യത്തിലെ പങ്കോ അവർക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു.